അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുക്കണം നമുക്ക്. അപ്പോൾ അങ്ങനെ 20 രൂപ അടച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് മാനിനെ കണ്ടത് കേട്ടോ. പക്ഷേ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാവയാണ് വീഡിയോ എടുത്തതുകൊണ്ട് അവൻ എടുത്തിട്ടുണ്ടാവും. നമുക്ക് എവിടെ കുറച്ച് ദൂരം വരെ ഇങ്ങനെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എവിടുന്ന് എന്ത് വേണമെങ്കിൽ പെട്ടെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഫുള്ളിങ്ങനെ വൃത്തിയാക്കിയിട്ടിരിക്കുക. അങ്ങ് ദൂരെ വരെയുള്ള എല്ലാം നമുക്ക് കാണാം. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഇതാ കാടൊക്കെ ഇങ്ങനെ തീ കൊളുത്തി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ, പുല്ലൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിതാ കുറച്ച് കുരങ്ങുകളെയൊക്കെ കണ്ടു. കുരങ്ങുകളൊക്കെ കാണുമ്പോൾ പേടിയാണ് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടി വണ്ടിയിലോട്ട് ചാടുമെന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാവ് പറയുന്നുണ്ട് അതാ അവിടെ അമ്മ തോടുണ്ട് എന്നൊക്കെ. തോടല്ല കേട്ടോ, അത് പുഴയാണ്. വെള്ളം കുറഞ്ഞതുകൊണ്ട് തോട് പോലെയാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞങ്ങളുടെ മുന്നിൽ ആനതാ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ആനേൻ്റെ കൂടെ ഒരു കുഞ്ഞു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നത് കുഞ്ഞു കുട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കാട്ടിലൊക്കെ ആന കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ നിർത്താൻ പാടില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കർണാടക എത്തിയിട്ടോ. അപ്പോൾ ഇത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അവിടെ ഒരു ഉത്സവമൊക്കെ തുടങ്ങുമ്പോൾ ഒരു മണിയോ 12:30 ആവും. അപ്പം ഞങ്ങളൊരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.